മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയായി കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി തള്ളി. 136 ആകുമ്പോൾ ഷട്ടറുകൾ തുറക്കണമെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശവും സമിതി അംഗീകരിച്ചില്ല. ചെയർമാന്റെ നിലപാടിനെതിരെ യോഗത്തിൽ കേരളത്തിന്റെ പ്രതിനിധികൾ ശബ്ദമുയർത്തി. ഇതിനിടെ ജലനിരപ്പ് 130 അടിയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി പി ജെ ജോസഫ് പറഞ്ഞു. ഡോക്ടർ എൽ എ വിനാഥൻ അധ്യക്ഷനായ മേൽനോട്ട സമിതിയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചത്. അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയായി നിലനിർത്തുക, അല്ലെങ്കിൽ വൈഗയിലേക്ക് കൊണ്ടുപോകുന്ന ജലത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുക. ഈ രണ്ടാവശ്യങ്ങളും മേൽനോട്ട സമിതി തള്ളി. 13 ഷട്ടറിന്റെ തകരാർ പരിഹരിക്കുന്നതുവരെ ജലനിരപ്പ് ഉയർത്തരുതെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടറുകൾ ഉയർത്തി ജലം കേരളത്തിലേക്ക് ഒഴുക്കണമെന്ന ആവശ്യവും തള്ളി. ഈ ലെവല് 136 ഫീറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് നിർബന്ധമായിട്ടും ശക്തമായിട്ടും ഉന്നയിക്കുകയുണ്ടായി. അത് നിഷ്കരണമായിട്ട് തള്ളുകയാണ് ചെയ്ത്. അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. 140 അടി എത്തുമ്പോഴോ ദിവസം 2 അടിയിലേറെ ജലം ഉയരുമ്പോഴോ ഷട്ടറുകൾ ഉയർത്താമെന്നാണ് തമിഴ്നാടിന്റെ നിലപാട്. ജലനിരപ്പ് 136 അടിയാവുമ്പോൾ ഷട്ടറുകൾ ഉയർത്തണമെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശം ജല കമ്മീഷൻ പ്രതിനിധി കൂടിയായ ചെയർമാൻ അംഗീകരിച്ചില്ല. ഇതിനിടെ ജലനിരപ്പ് 130 അടിയാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി പി ജെ ജോസഫ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും പി ജെ ജോസഫ് പറഞ്ഞു. 130 അടിയായി ജലനിരപ്പ് താത്തണം. ഈ ഷട്ടറുകൾ കേടായ പശ്ചാത്തലത്തിൽ താത്തണമെന്നുള്ള കത്ത് ബന്ധപ്പെട്ടവർ കൊടുത്തു കഴിഞ്ഞു. ഈ ആവശ്യവുമായി അടിയന്തരമായി സുപ്രീം കോടതിയെ സംസ്ഥാന ഗവൺമെന്റ് സമീപിക്കുന്നു. മഴ കനത്തതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 137.7 അടിയായി ഉയർന്നിട്ടുണ്ട്. റിപ്പോർട്ടർ, ഇടുക്കി.